കിടന്നുവന്ന യൂറോപ്പിന്റെ തുണിയില്ലാത്ത സംസ്കാരത്തിന്റെ വക്താക്കളായി നമ്മൾ മാറുന്നു. അതോടൊപ്പം തന്നെ എത്രയെത്ര കവിതാക്കളുടെ കഥയല്ല. പാവപ്പെട്ട ഭർത്താവ് ഗൾഫിന്റെ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് പൈസ അയച്ചിട്ട് നീയൊക്കെ തിന്നു കൊടുത്തു കിടക്കുന്നു. മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെടുത്തുന്ന കാമുകനുമായി പാതിരാത്രിയിൽ മൊബൈൽ ഫോണിൽ ചെവിയിലേക്ക് ചേർത്ത് വെച്ചു രഹസ്യ സല്ലാപം നടത്തുന്ന പെണ്ണ്. എന്റെ ഭർത്താവിന്റെ ദുഃഖം നിനക്കറിയില്ല. ഗൾഫിന്റെ മണലാരണ്യത്തിൽ ഭർത്താവിന്റെ ദുഃഖം നിനക്കറിയില്ല. നിന്നെ പോലെ ഗതികെട്ടവളാണറിയിട്ടുണ്ട്. താൽക്കാലികമായ നിന്റെ വിചാരത്തിന്റെ വേദിയേറ്റത്തിന്റെ തള്ളിച്ച കാരണത്താൽ ഗൾഫിന്റെ മണലാരണ്യത്തിൽ കിടന്ന ഭർത്താവിനെ ഒന്ന് തിരിച്ചറിയാൻ കഴിയാതെ കഴിഞ്ഞ വർഷം ഞാൻ എത്രയോ പ്രാവശ്യം ഈ വിനീതം കണ്ടിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഗൾഫുകാരിവിടെ ഉണ്ടെങ്കിൽ ഞാനവരോട് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ ഭാര്യയും മക്കളെ ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഗൾഫിൽ കൊണ്ടുപോയി നീ ജോലി ചെയ്യുന്ന സ്ഥലമൊന്ന് കാണിച്ചു കൊടുക്കുന്നത്, നീ കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്. അവൾ ഇവിടെ കാണുന്നത് മാസം വരുന്നറിയാലാണ്. അത് കൊണ്ടുവന്നു കൊടുത്ത പച്ചനോട്ടിന്റെ തിളക്കമാണ്. തന്റെ ഭർത്താവ് സൗദിയുടെ രാജകുമാരന്റെ ആണെന്ന് കരുതുന്ന പെണ്ണ് കഴിഞ്ഞ വർഷം റമദാനിൽ ദുബൈയില് ഞാൻ യുഎഇയിൽ പോകുമ്പോ സാധയിൽ നട്ടിച്ച നേരത്ത് ഞാൻ വാഹനത്തിൽ വരും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തൃശ്ശൂർ സ്വദേശി ചാക്കനാത്ത കാതൽ സാഹിബുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയെ സാധയിലെ നട്ടിച്ച നേരമാ. ആ നട്ടിച്ച നേരത്തെ തീ കാരണത്താൽ സൂര്യന്റെ ചൂട് കാരണത്താൽ രോമം പോലും കഴിഞ്ഞു പോകുന്ന ചൂട് അവിടെ കൊണ്ടുപോയി വാഹനം നിർത്തിയിട്ട് നിർത്താൻ വേണ്ടി ഡോറ് തുറക്കുന്നു. യാത്രയുടെ മണലാരുണ്യത്തില് കത്തിക്കരിയുന്ന സൂര്യന്റെ ചൂട് വാഹനത്തിലേക്ക് വന്നപ്പോ എന്റെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചുണ്ട്. തലയിലിട്ടിരിക്കുന്ന തട്ടമെടുത്ത് മുഖത്ത് മറച്ചുണ്ട്. അത് സാഹിബിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ല. നോമ്പാ റമദാൻ മാസമാ. ആ സമയത്ത് അത്രയും നേരം ഏസിയിൽ നിന്നിട്ട് ഡോറ് തുറന്ന ഭാഗത്തോട്ട് വന്ന ചൂട് സഹിക്കാൻ കഴിയാണ്. ഷാള് കൊണ്ട് മുഖം പൊത്തിയിട്ട് കുനിഞ്ഞിരിക്കുമ്പോ മറുഭാഗത്തിൽ നിന്നിട്ട് കുറെ ആളുകള് മലയാളികളാ സമൂസ കച്ചവടം പൊടിപൊടിക്കുകയാണ്. നട്ടുച്ച നേരത്ത് അവിടെ നിന്ന് സമൂസ കച്ചവടം നടത്തുമ്പോ ഡോറ് തുറന്നപ്പോ പകുതി താടി നിറച്ചൊരു 50 വയസ്സുകാരനോട് വന്നു. ഡോറടച്ചിട്ട് വണ്ടി മുമ്പോട്ട് പോവാ. പെട്ടെന്ന് കൈ കാണിച്ച് നിർത്തി. ഡോറ് തുറന്നപ്പോ വാക്ക് ഉസ്താദല്ലേ അത്? ഉസ്താദ് എല്ലാ രാത്രിയിലും നിങ്ങളുടെ വേല കേൾക്കാനോ ഉറങ്ങാത്ത ദിവസമല്ല. ഇതാണല്ലോ എന്റെ പിന്തുണവ്. മറ്റാരുടെയും ചരിത്രങ്ങളെ കാണേറെ 10,000 ആളുകൾ ജോലി കഴിഞ്ഞിട്ട് ക്ഷീണിച്ചു വരുമ്പോ പാതിരാത്രി അൽഹംദുലില്ലാഹ് കേൾക്കാണ് ഉറങ്ങാത്ത എത്രയെത്ര സാധുക്കളാ. പൊന്നുപോലെ ആ ദുആ ലോകത്തുള്ളിടത്തോളം കാലം പാതിരാവിന്റെ നിശബ്ദതയിൽ ഗൾഫിന്റെ മണലാരുണ്യത്തിലും സ്വന്തം വീട്ടിലും വേല കേട്ടിട്ട് പൊട്ടിക്കരയുന്ന പാവപ്പെട്ടവരെ ദുആവാക്കരിക്കുള്ളിടത്തോളം കാലം തളരില്ല മോനെ, തകരില്ല മോനെ. യുസീബുനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അപമാനങ്ങൾക്കും പ്രചണ്ഡ പ്രചരണങ്ങൾക്കും മനുഷ്യപിശാചുകളുടെ കൂട്ടാട്ടങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. ഇത് പടച്ചറപ്പിന്റെ തൗഫീഖാ. ഇത് കേട്ടിട്ട് ദുആ ചെയ്യുന്ന 10,000 ഇന്നേ വരെ നിസ്കാരം അറിയാതെ നിസ്കരിക്കാൻ തുടങ്ങിയ, കള്ളുകുടിച്ചിട്ട് വയല് കേട്ടിട്ട് കള്ളുകുടി നിർത്തിയ, വ്യഭിചരിച്ചിട്ട് വയല് കേട്ടിട്ട് വ്യഭിചാരം നിർത്തിയ, പലിശ കൊടുത്തിട്ട് വയല് കേട്ടിട്ട് പലിശ നിർത്തിയ 10,000 ആളുകളുടെ ദുആ പാതിരാത്രിയിലുള്ളപ്പോൾ 7 കുതന്ത്രങ്ങളാ സഫലമാവുക. അല്ലാഹു പാവങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നു. ഓടി വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദേ ശാസ്ത്രീയിൽ വന്നിട്ട് 20 വർഷമായി ആ മനുഷ്യന്റെ താടി നരച്ചിട്ടുണ്ട്. ഉസ്താദേ 5 പെൺമക്കളാ. നട്ടിച്ച നേരത്ത് ശാസ്ത്രീയിൽ കിടന്നിട്ട് ഞാനൊരു പറയുന്നതെന്തിനാ? പ്രണയത്തിന്റെ സങ്കല്പമാറിയപ്പോ ആ സമൂസ വെച്ചിട്ട് ഉസ്താദേ 20 വർഷമായി 5 പെൺമക്കളാ. മൂത്ത മോൾക്ക് 26 വയസ്സ് പ്രായമായി. 5 പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞില്ല ഉസ്താദേ എന്ന് പറഞ്ഞിട്ടാ പാവപ്പെട്ട പ്രവാസിയെ കാണുമ്പോ പെങ്ങളെ
ഇതുപോലെ നിന്റെ ഭർത്താവിന് പോലെ എത്രയെത്ര ചെറുപ്പക്കാരാണ് നട്ടുച്ച നേരത്ത് കൊടുക്കുന്ന ആ പിരിയാറ് വാങ്ങിച്ചു കൊണ്ടുപോയി വൈകുന്നേരം ആ കിടക്കുന്ന ഒരു ചെറിയ പാത്രത്തിന്റെ താഴെ ഇട്ട് വെച്ച് ഒരു മാസമാകുമ്പോ അത് 10,000-ങ്ങളായി വീട്ടിലേക്ക് വരുമ്പോ അതിനാ സമയത്ത് രഹസ്യകാമകൻ അടുക്കളയുടെ വാതിന് തുറന്നു കൊടുക്കുന്ന പെണ്ണ് നിന്റെ ഭർത്താവിന്റെ കണ്ണുനീര് മതിയടി. അങ്ങ് ഗൾഫിൽ കിടന്നിട്ട് മണലാരണ്യത്തിൽ കിടന്നു എന്റെ ഭാര്യ തന്നെ വഞ്ചിച്ചു എന്നറിയുമ്പോ പൊട്ടിക്കളയുന്ന ഭർത്താവിന്റെ ഒരു തുള്ളി കണ്ണുനീരിനെ നിന്റെ ജീവിതത്തെ തകർത്തിട്ടാൻ കഴിയുമെങ്കില് ഇന്ന് പ്രണയം മുഴുവനും ജീവിതത്തിലേക്ക് പോകുമ്പോ അതിനെ ക്ഷമിച്ച അവനല്ലാതെ വേറെ പ്രതിഫലം കൊടുക്കുക. പക്ഷേ ഇത്ര നന്ദി കെട്ടവളായി മാറിയതെങ്ങനെയാ? ആയിരക്കണക്കിന് മുസ്ലിം പെണ്ണുങ്ങളെ അന്യ ചെറുപ്പക്കാരുടെ കൈപിടിച്ചിട്ടും മക്കളെ മറന്നിട്ട് ഭർത്താവിനെ മറന്നിട്ട് വിളിച്ചോടുന്നു. അല്ലാഹു പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ മറ്റൊരുത്തിന്റെ കൂടെ നീ വിളിച്ചോടിയിട്ടു പടച്ചറപ്പിന്റെ നരകം നീ നിനക്ക് വാങ്ങിയില്ലേടിമോട്. പടച്ചറപ്പിന്റെ നരകം നിനക്ക് വാങ്ങിയില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പാടില്ല 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 പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ സ്വന്തം വാപ്പയോട് നീ സംസാരിച്ച കുഴപ്പമില്ല. ആ സമയത്ത് വാപ്പയോട് സംസാരിക്കുമ്പോൾ മുഖവും മുൻകൈയും അടിച്ച് ബാക്കിയെല്ലാം മറച്ചിരിക്കണേ മറച്ചിരിക്കണേ. ഏറെ പഠിക്കാറുണ്ട് ഈ വിഷയമായി. രണ്ടാം സ്ഥാനെ സംസാരിച്ചാലും കുഴപ്പം വാപ്പയോട് നിനക്ക് ജന്മം നൽകിയ വാപ്പയോട് സംസാരിക്കുമ്പോ പോലും മുഖവും മുൻകൈയും അടിക ബാക്കിയെല്ലാം മറച്ചിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് കേരളത്തിന്റെ 14 ജില്ലയിൽ 169 മക്കളുണ്ട്. അവരോട് ചോദിക്കണം നിങ്ങളുടെ വാപ്പയാരെന്ന്. അവര് പറയും ആ ഉപ്പ പറയും എനിക്ക് ജന്മം നൽകിയ ഉപ്പയാരാണ്. ആ ഉപ്പയാണ് എന്റെ മക്കളുടെ ഉപ്പ എന്ന് പറയുന്ന സംസ്കാരത്തിലേക്ക് ലോകം നടന്നു പോകുമ്പോ വാപ്പയോട് സംസാരിക്കുമ്പോ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോ സഹോദരന്റെ ആൺമക്കളോട് സംസാരിക്കുമ്പോ അതോടൊപ്പം തന്നെ അല്ലാഹു പറയാ നീയുടെ ശരീരഭാഷ അറിയുന്ന കൊച്ചു കുട്ടിയോട് പോലും സംസാരിക്കാൻ പാടില്ല.